പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഏറ്റവും സുപരിചിതമായ തെങ്ങാണ്. തെങ്ങിന് എന്താ ഔഷധ ഗുണമുള്ളത്? നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. അതിൽ പരം എന്തെങ്കിലും ഔഷധ ഗുണമുണ്ടോ? തെങ്ങിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ തെങ്ങിൻ്റെ ഉപയോഗിക്കാറുള്ളത്? തെങ്ങിൻ്റെ ഓല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? തോരണമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തെങ്ങിൻ്റെ ഓല മെടഞ്ഞ് വീടുകൾ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈർക്കിൽ നമ്മൾ അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തെങ്ങിൻ്റെ ചൊട്ട, അത് ചൊട്ടങ്ങി വരുമ്പോഴേക്കും അത് അലങ്കാരം അല്ലേ? നിറപറയും തെങ്ങിൻ്റെ കൊലയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ലേ? അതായത് തെങ്ങിക്ക്. അതുപോലെ ഇളനീര് ദാഹശമനത്തിന് ഉപയോഗിക്കുന്നു. ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇളനീര് പെട്ടെന്ന് കൊടുക്കാൻ നോക്കും അല്ലേ? അതുപോലെ തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നു, തേങ്ങയുടെ വെള്ളം നമ്മൾ കുടിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട്, ഒരു മലയാളിയുടെ പ്രത്യേകിച്ചും ജീവിതവുമായിട്ട്, അടുക്കളയുമായിട്ട്, അവരുടെ സാമൂഹിക ജീവിതവുമായിട്ടും ഒത്തിരിയേറെ ബന്ധപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ തെങ്ങ്. നമ്മൾ ഇതുവരെയും പലപ്പോഴും വിചാരിച്ചൊരു ആഹാരം മാത്രമാണെന്ന്. പക്ഷേ അല്ല, അതിലുപരിയായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട്. തെങ്ങിൻ്റെ വേര് മുതൽ തെങ്ങിൻ്റെ ഓല വരെ നമ്മൾ ആഹാരമായിട്ട്, ഔഷധമായിട്ട്, അല്ലെങ്കിൽ മറ്റു കരകൗശല വസ്തുക്കളായിട്ട്, ഈവൻ നമ്മുടെ വിറകായിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള തെങ്ങിനെ ഒന്ന് കൂടുതൽ പരിചയപ്പെടാം. തെങ്ങിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും അധികം തെങ്ങിൻ്റെ എന്താ ഉപയോഗിക്കുന്നത്? തേങ്ങയല്ലേ? അതുപോലെ ഇളനീർ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അധികം ഉപയോഗിക്കുന്ന കാര്യങ്ങളും പറ്റി നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം തന്നെ ഇളനീര്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ക്ഷീണം വന്നാൽ, അതായത് മൂലകങ്ങളുടെ കുറവ് വന്നാൽ, നമ്മൾ പെട്ടെന്ന് തന്നെ ഏത് ഡോക്ടേഴ്സാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ്? ഇളനീര് കൊടുക്കാൻ പറയും. അതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങളെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് തന്നെ ക്ഷീണം മാറാൻ ഏറ്റവും നല്ല ഔഷധമാണ് ഇളനീരെന്ന് പറയുന്നത്. ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു 7-8 മാസമൊക്കെ പ്രായമാകുമ്പോൾ അവർക്ക് എന്താ, പല്ല് മുളച്ചു തുടങ്ങും അല്ലേ? അപ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് ഛർദി വരാറുണ്ട്. ആ ഛർദിയിൽ പോലും ഔഷധമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇളനീരാണ്. ആ ഇളനീര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാൽസ്യമൊക്കെ ഉള്ളതുകൊണ്ട് ആ പല്ലിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുകയും അതേസമയം തന്നെ അവർക്ക് ഛർദിയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഏതൊരു രോഗിക്കും, പ്രത്യേകിച്ചും ക്ഷീണാവസ്ഥയിൽ, രോഗം പല അസുഖങ്ങളൊക്കെ വന്ന് ഒത്തിരി വീക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ക്ഷീണം മാറാൻ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഔഷധമാണ് നമ്മുടെ ഔഷധം എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയമാണ് ഇളനീരെന്ന് പറയുന്നത്. ഇളനീരിനെ പറ്റി ഒരു ചൊല്ലുണ്ട്, മുലപ്പാലില്ലെങ്കിൽ കുലപ്പാലെന്ന്. കുലപ്പാലെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇളനീരിനാണ്. അതായത് ഒരു ചെറിയ കുഞ്ഞിന്, ഉണ്ടായി ഉടനെയുള്ള കുഞ്ഞിന് പോലും അതിന് വേണ്ടത്ര രീതിയിൽ അമ്മയുടെ പാൽ ലഭിക്കുന്നില്ല എങ്കിൽ കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഔഷധമാണ് ഇളനീരെന്ന് പറയുന്നത്. അതുപോലെ പല അസുഖങ്ങൾക്കും നമുക്ക് ഔഷധമായിട്ടും ഇളനീര് ഉപയോഗിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പം ശരീരം മുഴുവൻ ചുട്ടുപൊകച്ചില്ല, ചൂട് ഭയങ്കരമായിട്ട് വരുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ കാലത്തും വൈകുന്നേരവും ഓരോ ഗ്ലാസ് ഇളനീര് 1/2 ടീസ്പൂൺ മലറിൻ്റെ പൊടി ചേർത്ത്, മലര് നമുക്ക് കിട്ടുമല്ലോ,
ആ മലര് പൊടിച്ചത് ചേർത്ത് രാവിലെ വൈകുന്നേരം ഒരു 3 അല്ലെങ്കിൽ 5 ദിവസം വരെ കഴിക്കുക. അപ്പോഴേക്കും അമിതമായുള്ള ദാഹം, ചുട്ടുപൊകച്ചിലൊക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ അണുബാധ മാറാണ്ട് നിൽക്കുന്നു, മൂത്രത്തിൽ പോകുമ്പം ചുടിയിൽ പുകച്ചിലുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികൾ കദളിപ്പഴം ചേർത്ത് ഇളനീര് രാവിലെ വൈകുന്നേരം കഴിക്കുക. ഓരോ ഗ്ലാസ് ഇളനീര് ഓരോ കദളിപ്പഴം വീതം ചേർത്ത് കാലത്തും വൈകുന്നേരമായിട്ട് ഒരു 5-7 ദിവസം വരെ കഴിക്കുമ്പോഴേക്കും ആ ഒരു മൂത്രത്തിൻ്റെ അണുബാധയും അതുപോലെ അത് മൂലമുണ്ടാകുന്ന ചുട്ടുപൊകച്ചിൽ നീറ്റിലൊക്കെ മാറാൻ സഹായിക്കും. മൂത്രത്തിൽ കല്ലിനും ഔഷധമായിട്ട് ഇളനീര് ഉപയോഗിക്കാം. അതിന് വേണ്ടതാണ് നമുക്കൊരു 7 ദിവസം വരെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇളനീര് വേണം. അതാദ്യം നമ്മൾ കരുതി വയ്ക്കണം. ഇളനീര് ചെത്തി അത് നല്ല റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ മുകൾ ഭാഗം മാത്രം തുറക്കാൻ ഒരു ചെറിയ ഓട്ടയിടാൻ പോലെ നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 20 ഗ്രാം കരിനൊച്ചിയുടെ വേര് പൊടിച്ചത്. കരിനൊച്ചി ഒരു ഔഷധമാണ്, മിക്കവാറും നമുക്ക് എല്ലായിടത്തും തന്നെ കിട്ടുന്നതാണ്. അതിൻ്റെ വേരാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വേര് ഉണക്കി പൊടിച്ചത് 20 ഗ്രാം എടുക്കുക. അത് ഒരു സ്വല്പം ഇളനീര് ചേർത്ത് തന്നെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ കരിക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് തുറന്ന് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ആ മരുന്ന്. എന്നിട്ടത് ആ കരിക്കിൻ്റെ ആ തുറന്ന ഭാഗം കൊണ്ട് തന്നെ മൂടി വെച്ച് അങ്ങനെ വെക്കുക. വൈകുന്നേരം ഇങ്ങനെ ചെയ്ത് വെക്കണം. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പം അതിൻ്റെ ഉള്ളിലുള്ള ആ മരുന്നും ആ ഇളനീരും അതിൻ്റെ ആ എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇങ്ങനെ ഒരു 7 ദിവസം കഴിക്കുക. സാധാരണഗതിയിലുള്ള മൂത്രത്തിൽ കല്ലെല്ലാം തന്നെ മാറുന്നുണ്ട്. ഒരു 90% പേരുടെ മൂത്രത്തിൽ കല്ലും മാറാനായിട്ട് സഹായിക്കും. ഇത്രയേ ഉള്ളൂ. കരിനൊച്ചിയുടെ വേര് 20 ഗ്രാം ഓരോ കരിക്കും. ഇത് വൈകുന്നേരം കരിക്കിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ആ കരിക്കിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് വെക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അത് വെറും വയറ്റിൽ കഴിക്കുക. ഒരു 7 ദിവസം. ഇനിയിപ്പം കുറച്ചധികം വലുതാണെങ്കിൽ ഒരു 9 ദിവസം, ഇനി ഒരു 11 ദിവസം വരെ കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോഴേക്കും ഒരു 90% പേരുടെയും മൂത്രത്തിക്കല്ല് മാറിക്കിട്ടും. പിന്നെ ഒത്തിരി വലുതൊക്കെയാണെങ്കിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സാധാരണഗതിയിലുള്ള മൂത്രത്തിക്കല്ലൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്കറിയാം, ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ചും ഒത്തിരി ക്ഷീണം വരും അല്ലേ? കാരണം അവർക്ക് ഉപ്പൊക്കെ അധികം ഉപ്പൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒത്തിരി ക്ഷീണം വരും. ഇങ്ങനെയുള്ള വ്യക്തികൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇളനീര് കഴിക്കുന്ന ഒത്തിരി ആശ്വാസമാണ്, ആരോഗ്യപ്രദമാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാത്തരം മൂലകങ്ങളും പ്രത്യേകിച്ച് സോഡിയം, പൊട്ടാസ്യം ഒക്കെ അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടും അവരൊരു രോഗാവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് സഹായിക്കും. അത് തേങ്ങയുടെ മറ്റു ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു തേങ്ങ നമ്മളെടുത്താൽ അതിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗം കുറച്ച് ബ്രൗൺ ആയിട്ടിരിക്കും അല്ലേ? പിന്നെ കുറച്ച് നല്ല വെളുത്ത ഭാഗം, അങ്ങനെ അതിൻ്റെ ഒരു ലെയർ അതിൻ്റെ ഉൾഭാഗം ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഒരു മൂത്ത തേങ്ങയുടെ. അതായത് തേങ്ങയുടെ ഏറ്റവും പുറത്തെ ഭാഗം ശരിക്കും അന്നജമാണ്. അത് അതിൻ്റെ മധ്യഭാഗം മാംസ്യമാണ്. അത് അതിൻ്റെ ഉൾഭാഗം, അതായത് ആ സോഫ്റ്റ് നിൽക്കുന്ന ഭാഗം ഫാറ്റാണ്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായൊരു ഫലമാണ് തേങ്ങ എന്ന് പറയുന്നത്. അത് കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ മാംസ്യവും അതുപോലെ തന്നെ ഫാറ്റുമുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ ഇത് നമുക്കൊരു അർശസൊക്കെ ഉള്ള വ്യക്തികൾക്ക് നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു തേങ്ങ മുഴുവൻ പിഴിഞ്ഞെടുത്ത പാലെടുക്കുക. ആ പാലിലേക്ക് 2 പിടി പച്ചരി, അതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം ചെറിയുള്ളി, അതായത് ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്ത ആ പാല്, അതിലേക്ക് 2 പിടി പച്ചരി, 100 ഗ്രാം ചെറിയുള്ളി, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് കഞ്ഞിയായിട്ട് വെച്ച് ആഴ്ചയിൽ 2 ദിവസം കഴിക്കുക. അങ്ങനെ ഒരു 2-3 ആഴ്ച തുടരുക. തീർച്ചയായിട്ടും അർശസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ചിലപ്പം പ്രസവിച്ച അമ്മമാർക്ക് മുലപ്പാൽ തീരെ കുറവായിരിക്കും അല്ലേ? അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യണം. നന്നായി പഴുത്ത തേങ്ങ, അതായത് നമ്മൾ ഉണങ്ങിപ്പോയ തേങ്ങ പറ്റില്ല, ശരിക്കും മൂത്ത പഴുത്ത തേങ്ങ എടുക്കുക. ആ ഒരു തേങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക, തനിപ്പാൽ മാത്രം. അത് രാത്രി കിടക്കാൻ നേരം സ്വല്പം ഒരു നുള്ള് ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ, അത് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്, അത് ചേർത്ത് ദിവസവും രാത്രി കുടിക്കുക. ഒരു 9 ദിവസം അല്ലെങ്കിൽ ഒരു 11 ദിവസം വരെ കുടിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് മുലപ്പാൽ വർദ്ധിക്കും. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ പിന്നെ പിഴിഞ്ഞ് നീരെടുക്കുന്നു, അതായത് തനിപ്പാലാണ് എടുക്കേണ്ടത്. അത് മൂത്ത പഴുത്തതായിരിക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തേങ്ങാപ്പാൽ ദിവസവും രാത്രിക്ക് ഒരു 9-11 ദിവസം വരെ അടുപ്പിച്ച് രാത്രി കിടക്കാനെടുത്ത് കുടിക്കുക. തനിപ്പാൽ മാത്രം. ആ തേങ്ങ പിന്നെ നമുക്ക് എന്തെങ്കിലും കറിക്ക് ഉപയോഗിക്കാം, കാരണം നമ്മൾ തനിപ്പാൽ മാത്രമേ എടുത്തുള്ളൂ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു 9 അല്ലെങ്കിൽ ഒരു 11 ദിവസം വരെ കഴിച്ചാൽ തീർച്ചയായിട്ടും മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഛർദിയാണ്, നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് സിപ്പ് ബൈ സിപ്പായിട്ട് കരിക്കിൻ്റെ വെള്ളം സ്വല്പം ഏലത്തെ ചേർത്ത് പല പ്രാവശ്യമായിട്ട് കൊടുക്കുക. ഒരു 10 മില്ലി 15 മില്ലി അങ്ങനെ കുറേശ്ശെ കുടിച്ചാൽ മതി. പല പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ഗർഭിണികളുടെ ഛർദി മാറാനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്കറിയാം, ഈ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ചിരട്ട പോലും നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്താ പ്രശ്നം? എല്ലാവർക്കും കൊളസ്ട്രോളാണ് അല്ലേ?
മുമ്പൊക്കെയോ നേരത്തെയും എല്ലാവരും ഒരുപാട് മാംസമൊക്കെ ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രമാത്രം കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ആഹാരം പാകം ചെയ്തിരുന്നത്? മൺചട്ടിക്കകത്ത് ഇറച്ചി കറി വയ്ക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തവികൾ എന്തായിരുന്നു? അത് ചിരട്ടയുടെ തവിയായിരുന്നു അല്ലേ? അപ്പോൾ ആ ചിരട്ട തവി അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അതായത് കറി അടുപ്പിൽ വെക്കുമ്പോൾ തൊട്ട് വാങ്ങുന്ന സമയം വരെ ഈ കറി തിളയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ ചിരട്ടയും അല്ലെങ്കിൽ ആ തവി അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പുതിയ പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന ചിരട്ടയ്ക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിവുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പൂർവികർ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവർ ചിരട്ട ഉപയോഗിച്ചതും അങ്ങനെ കറി പാകം ചെയ്തതും ഒക്കെ. പക്ഷേ തീർച്ചയായിട്ടും അത് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കൊളസ്ട്രോളിന് ഔഷധമായിട്ട് നമുക്ക് ചിരട്ട ഉപയോഗിക്കാം. ചിരട്ട തല്ലി പൊട്ടിച്ച് 5-6 കഷ്ണമാക്കി പൊട്ടിച്ചെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ആ വെള്ളം പല പ്രാവശ്യമായിട്ട് കുടിക്കുക. ഇത് കൊളസ്ട്രോൾ കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പല്ലുവേദനയ്ക്ക് ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചിരട്ട തന്നെ. ചിരട്ട ഇങ്ങനെ കത്തിച്ച് വരുമ്പം അതിൻ്റെ അകത്ത് ഒരു ചെറിയ എണ്ണ ഊറി വരുന്നത് കാണാം അല്ലേ? ആ എണ്ണ പുരട്ടി കൊടുത്താൽ സാധാരണ രീതിയിലുള്ള പല്ലുവേദനയൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ സ്ത്രീരോഗങ്ങൾ ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ചും യൂട്രസ് സംബന്ധമായ രോഗങ്ങളിൽ തെങ്ങിൻ്റെ വേര് 30 ഗ്രാം, അതിൻ്റെ കൂടെ അശോകത്തിൻ്റെ തൊലി 30 ഗ്രാം, ഇത് രണ്ടും കൂടെ ചേർത്ത് കഷായം വെച്ച് കാലത്തും വൈകുന്നേരം 50 മില്ലി വീതം കഴിക്കുന്നത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിൽ ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതുപോലെ തന്നെ തെങ്ങിൻ്റെ പൂക്കില, വെള്ളപ്പൂക്കിൽ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു പിടി തെങ്ങിൻ്റെ പൂക്കില അരി അത് രാവിലെ വെറും വയറ്റ് ചവച്ച് തിന്നുക. ഒരു 11 ദിവസം വരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പോക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ തെങ്ങിൻ്റെ തേങ്ങാ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങാ വെള്ളം ശരിക്കും പറഞ്ഞാൽ ഒരു വിരേചന ഔഷധമാണ്. അതായത് മലബന്ധമൊക്കെ അകറ്റാനായിട്ടും വയറ്റിൽ നിന്ന് നോർമലായിട്ട് വയറ്റിൽ നിന്ന് പോകാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ജസ്റ്റ് 1/2 ഗ്ലാസ് ഒന്നും കുടിച്ചാൽ കാര്യമില്ല. നമ്മളൊരു റെഗുലറായിട്ട് തേങ്ങാവെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും കിടക്കാൻ നേരത്ത് ഓരോ ഗ്ലാസ് വീതം തേങ്ങാവെള്ളം കഴിച്ചിട്ട് കിടക്കുന്നത് പ്രഭാതം നല്ല ശോധന ഉണ്ടാകാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണ്. തെങ്ങിൻ്റെ ഓല നമുക്കറിയാം മെടഞ്ഞിട്ട് വീടൊക്കെ മേയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഈർക്കിളി നമ്മൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ നാവ് പഠിക്കാൻ വേണ്ടി ഈർക്കിളി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ പൂക്കുല അതിടിച്ചു പിഴിഞ്ഞ നീര് നടുവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. 50 മില്ലി വീതം 2 തരം കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കുണ്ടാകുന്ന നടുവേദനയിൽ വളരെ ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ തെങ്ങിൻ്റെ തേങ്ങ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചിരട്ട നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തെങ്ങിൻ്റെ ചകിരി അത് നമ്മൾ ഒത്തിരി കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ ചിരട്ട നമ്മൾ പല്ല് തേക്കാനൊക്കെ പൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണ്. അതിൻ്റെ വിറക് നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ വേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് തെങ്ങ് സമൂലം ഔഷധമായിട്ടും ആഹാരമായിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇന്ന് തെങ്ങിനെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തെങ്ങൊരു കൽപ്പവൃക്ഷമാണ്. ആ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും മരുന്നിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉപകാരയോഗ്യമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തേങ്ങയുണ്ട്, അരിയുണ്ട്, നമ്മുടെ വീട്ടിൽ ഉള്ളിയുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്കൊരു മെഡിസിൻ ഉണ്ടാക്കാം. അത് പ്രത്യേകിച്ച് മൂലക്കുരുവിൻ്റെ അസുഖത്തിനുള്ള മെഡിസിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മൂലക്കുരുവിൻ്റെ അസുഖം ഒത്തിരി പേർക്ക് പല കുടുംബങ്ങളിലുമുണ്ട്, പല വ്യക്തികളിലുമുണ്ട്. അപ്പോൾ കുടുംബത്തിൽ തന്നെ ഇതിന് മരുന്നുണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും, അതിന് പുറത്തേക്കൊന്നും പോകാതെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു തേങ്ങ നമുക്ക് എടുക്കാം. ഒരു തേങ്ങ നമ്മൾ എടുക്കുന്നു. ഒരു തേങ്ങ മുഴുവനും ഒരു മുഴുത്ത തേങ്ങ, വിളഞ്ഞ തേങ്ങ എടുക്കുന്നു. ആ തേങ്ങ നമ്മൾ നന്നായിട്ട് ചുരണ്ടിയെടുക്കുന്നു. തേങ്ങ നന്നായിട്ട് ചുരണ്ടി എടുത്തു കഴിയുമ്പോൾ ഈ തേങ്ങയുടെ തനി പാലാണ് എടുക്കേണ്ടത്. തനി പാലെടുക്കാൻ വേണ്ടി നമ്മൾ ഈ തേങ്ങയെ മിക്സിയിലിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരയ്ക്കുന്നു. അരച്ച് കഴിഞ്ഞ് അതിനെ ഒരു അരിപ്പയിലേക്കിട്ട് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഒരു ഗ്ലാസ് പാല് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ കിട്ടിയ പാല് ശരിക്കും അരിച്ച് ഒരു ഗ്ലാസ്സിലെടുത്ത് ഒഴിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഉള്ളി ഒരു 60 ഗ്രാം അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ഉള്ളി എടുക്കുക. ആ ഉള്ളി എടുത്തിട്ട് നമ്മളതിനെ നല്ല വൃത്തിയാക്കി കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയുക. അരിഞ്ഞതിന് ശേഷം അരിഞ്ഞൊരു പാത്രത്തിൽ നമ്മൾ വെക്കുന്നു. അതിനുശേഷം നമ്മൾ എടുക്കുന്നതാണ് ഒരു 2 പിടി പച്ചരി.
ഈ 2 പിടി പച്ചരി നമ്മൾ എടുക്കുന്നു. ഈ 2 പിടി പച്ചരി നമ്മൾ എടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു നല്ല ഒരു പാത്രത്തിൽ നമ്മൾ അതിനെ ഇടുന്നു. ഇട്ടതിന് ശേഷം ഈ അരിഞ്ഞെടുത്ത് വെച്ച ഉള്ളിയും അതിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇടേണ്ടത് ഈ ഗ്ലാസ്സിലെ തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാൽ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നു. ഒഴിച്ച് അത് വേകാൻ മാത്രം അല്പം പിന്നെ വെള്ളം കൂടെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. അങ്ങനെ അത് വേകാൻ മാത്രം സമയം അടുപ്പിൽ വയ്ക്കുക. അടുപ്പിൽ വെച്ച് നന്നായി വേവിക്കുക. വേവിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ പാകത്തിന് ചെറു ചൂടാക്കി തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഈ മരുന്ന് ഒരു വ്യക്തി കഴിക്കണം. ഒരാൾക്കുള്ള ഒരു സമയത്തെ ഡോസാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു ദിവസത്തെ ഡോസ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മളിത് കഴിക്കേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ കഴിക്കുന്നു. അങ്ങനെ ഒരു 3-4 ആഴ്ച കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആഴ്ചയിൽ 2 ദിവസം വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നന്ന്. അങ്ങനെ 2 ദിവസം ഈ കഴിക്കുക. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 7 ദിവസമാണുള്ളത്. ആഴ്ചയുടെ തുടക്കത്തിൽ ഞായറാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വ്യാഴാഴ്ച നമുക്ക് കഴിക്കാം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ആഴ്ചയിൽ ഈ മരുന്ന് കഴിക്കുക. അതിനെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 3-4 ആഴ്ച, ഒരു മാസത്തേക്ക് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രമേണ ഈ മൂലക്കുരുവിൻ്റെ ഈ അസുഖം ക്രമേണ കുറയും. പ്രത്യേകിച്ച് ഇങ്ങനെ കുരുവായിട്ട് മൂലത്തിൽ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അത് മെല്ലെ മെല്ലെ താന്ന് അത് സാധാരണ രൂപത്തിൽ നമ്മുടെ ആ രക്തം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേമാതിരി ആയിരിക്കുന്നതാണ്. തെങ്ങിൻ്റെ അല്ലെങ്കിൽ തേങ്ങായുടെ വിഭവം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന വിഭവങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ. നമ്മുടെ വീട്ടിലുള്ള തേങ്ങയാണ്. ആ തേങ്ങ നമ്മൾ എടുക്കുന്നു, നന്നായിട്ട് ചിരണ്ടി പാലെടുക്കുന്നു. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ആദ്യം പറയാം. ഈ തേങ്ങ കൊണ്ടുള്ള ഉപയോഗം, കുട്ടികൾക്ക് ചൊറി ഉണ്ടാകാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ശരീരത്തിലൊക്കെ ഒന്ന് വരഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു പൊരിഞ്ച് പോലെയൊക്കെ വരാം. ശരീരം സോഫ്റ്റ് അല്ലാതിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വരട്ടുചൊറി പോലെയുള്ള ചൊറികളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചൊറികൾക്ക്, പിന്നെ അതുപോലെ തന്നെ വലിയവരുടെ ആണെങ്കിലും സ്കിന്ന് പൊരിഞ്ച് പിടിച്ചതുപോലെ ഇരിക്കും, സ്മൂത്ത് അല്ലാതെ. അങ്ങനെ ഇരിക്കുന്നതിനെല്ലാം നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അതിനെല്ലാം തേങ്ങായും കൊണ്ടുണ്ടാക്കുന്ന ഈ മരുന്ന് വളരെ ഉപകാരപ്രദമാണ്, കുട്ടികൾക്കും വലിയവർക്കും. പിന്നെ അതുകൊണ്ട് ബാമും ഒക്കെ നമുക്കുണ്ടാക്കാം. ആ ബാം ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ തണുപ്പുള്ള കാലങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ ഉണ്ടാക്കണം. ഓയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ പാല് ചുരണ്ടി എടുക്കും. തേങ്ങ ചുരണ്ടി അത് നന്നായിട്ട് മിക്സിയിലോ അതുപോലെയുള്ള എന്തെങ്കിലും അടിച്ച് നല്ല തേങ്ങാപ്പാലെടുക്കണം. തേങ്ങാപ്പാലെടുത്തിട്ട് ആ തേങ്ങാപ്പാലിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. തേങ്ങാപ്പാലെടുത്തും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് മരുന്നുകൾ ചേർക്കാനുണ്ട്. ഒന്ന് ചെത്തിയാണ്. ചെത്തി നമ്മൾ ഇന്ന് പലതരത്തിലുള്ള ചെത്തി നമ്മൾ കാണാറുണ്ട്. അതിൽ ഈ മരുന്നുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മരുന്ന് ചെത്തിയാണ്. മരുന്ന് ചെത്തി സാധാരണ വനങ്ങളിൽ കാണാം, വലിയ കാടുകളിലൊക്കെ കാണാം. കല്ലുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലുണ്ടാകുന്നത്. ഉരുളം കല്ല്, ചെമ്മണ്ണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് പൂജയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെത്തിയാണ്. അപ്പോൾ ഈ ചെത്തിയുടെ വേര്, അതായത് സർവാംഗവും എടുക്കണമെന്ന് പറയുന്നു. അതായത് ചെത്തിയുടെ വേര്, അതിൻ്റെ ഇല, അതിൻ്റെ തണ്ടയിലെ തൊലി, അതിൻ്റെ പൂവ്, പിന്നെ ഇത്രയും സംഭവം അതിനകത്ത് ഈ ചെത്തിയിൽ നിന്ന് നമ്മൾ എടുക്കണം. ഇങ്ങനെ ഈ ചെത്തിയിൽ നിന്നും എടുത്ത ഈ വേരും ഇതിൻ്റെ പൂവും ഇതിൻ്റെ ഇലയും എല്ലാം കൂടി അതിൻ്റെ തണ്ടയിലെ തൊലിയും എല്ലാം കൂടി നമ്മൾ അരയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട മറ്റൊന്നാണ് ചെമ്പരത്തി. ഇത് 5 അല്ലി ചെമ്പരത്തി എന്നൊക്കെ നമ്മൾ പറയും. 5 അല്ലി ചെമ്പരത്തി, 5 അല്ലിയാണ് ഇതിനുള്ളത്. ഈ ചെമ്പരത്തി, ഇതിൻ്റെ വേര്, ഇതിൻ്റെ ഇല, അതിൻ്റെ പൂവ്, ഇത്രയും സാധനം നമ്മൾ എടുക്കണം. ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ട് അതെല്ലാം കൂടി ഇതിൻ്റെ വേര്, ഇപ്പം ഒരു 3 തേങ്ങയാണെങ്കിൽ നമ്മളെടുക്കുന്ന പാല് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് ഒരു 30 ഗ്രാം മതി. വളരെ കുറച്ച് വേരും ഈ ഇലയും ഇതെല്ലാം കൂടെ അരച്ചത് 30 ഗ്രാം മതി. വീണ്ടും നമ്മൾ ചെത്തിയുടെ എടുക്കുന്നതും അതുപോലെ തന്നെ വളരെ കുറച്ച് മതി. ഇത് വേരരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്
നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വേറെ തനിച്ച് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ചെത്തിയുടെ വേരും ഇതുപോലെ തന്നെ നമ്മൾ വേരും അതിൻ്റെ തണ്ടയിലെ തൊലിയും ഇതിൻ്റെ ഇലയും പൂവും എല്ലാം നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുത്ത് നല്ലൊരു പേസ്റ്റാക്കി ഒരു 60 ഗ്രാം മരുന്ന് അതിലേക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ കലക്കുന്നു. തേങ്ങാപ്പാലിലേക്ക് നമ്മൾ കലക്കി ഇതിനെ നമ്മൾ അടുപ്പേറ്റി നന്നായിട്ട് തിളച്ച് അതിൻ്റെ അടിയിലത്തെ ആ കൽക്കൻ നല്ല ഒരു മെഴുകു പാകം, അതിൻ്റെ പാകം ഇതാണ് മെഴുകു പാകം. നമ്മൾ ആ കൽക്കൻ എടുത്ത് ഉരുട്ടി കഴിയുമ്പോൾ നല്ല മെഴുകു പോലെ ഉരുളുന്ന പാകം വരും. ഈ പാകത്തിലാണ് നമ്മൾ ഈ എണ്ണ എടുക്കുന്നത്. ആ എണ്ണ എടുക്കുമ്പോൾ ആ എണ്ണയുടെ കളറും അതിൻ്റെ രൂപവും ഒക്കെ ഇങ്ങനെയായിരിക്കും. ഈ എണ്ണ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്. ഈ എണ്ണ നമ്മൾ ഉപയോഗിച്ച് ഇതുകൊണ്ട് നമ്മൾ ബാം ഉണ്ടാക്കുന്നു. ഇതേ ഓയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇളം പച്ച കളറിലാണ് ഉള്ളത്. അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പൊരിഞ്ചെല്ലാം മാറി സുഖമാകുന്നു. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അവരെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഈ എണ്ണ അവരുടെ ശരീരത്തിൽ നമുക്ക് തേച്ച് കിടക്കാം. ഇന്നുണ്ടായ കുട്ടികൾക്ക് പോലും നമുക്ക് ഈ എണ്ണ ശരീരത്തിൽ തേച്ച് കൊടുക്കാം. അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് മറ്റെണ്ണകൾ തനി വെളിച്ചെണ്ണയാണ് നമ്മൾ തേച്ച് കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ എണ്ണ നമ്മൾ തേക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു കുഞ്ഞിനൊരു അസ്വസ്ഥതയോ മേല് വലിയുന്നത് പോലെ തോന്നുകയോ അങ്ങനെയൊന്നുമില്ല. വലിയവർക്കാണേലും മേല് വലിച്ചിലും ഈ തണുപ്പ് കാലത്തുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും മാറുന്നതാണ്. നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ എവിടെ നോക്കിയാലും തെങ്ങുകളല്ലേ, എങ്ങോട്ട് നോക്കിയാലും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് കേരം തിങ്ങും നാട് കേരള നാട് എന്നുള്ള പേര് വന്നത് തന്നെ. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മലയാളിയുടെ ജീവിതത്തിൽ ഒരു അടുക്കളയിലേക്ക് നോക്കിയാൽ നമുക്കൊരു ദിവസം തേങ്ങയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവുമായിട്ട് കിടക്കുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു ഔഷധമാണ് തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാടൊരു തേങ്ങ അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അധികമാകും എന്നൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും നമ്മൾ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ, കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറുകയും ഒരു കൊളസ്ട്രോളിൻ്റെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം മീനൊക്കെ കറി വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും, നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിരിക്കും. ഇതൊക്കെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് അതിൻ്റെ ഓരോ രൂപഭാവങ്ങൾ മാറിക്കഴിയുമ്പോഴാണിത് അതിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നത്. അതുപോലെ തേങ്ങയാണെങ്കിലും നമ്മൾ പച്ചയ്ക്ക് ധാരാളം കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. നമുക്കിപ്പോൾ സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കുമ്പം ഇപ്പോൾ ക്യാരറ്റൊക്കെ ചിരണ്ടിയിടുക, നമുക്കതിൽ കുറച്ച് തേങ്ങ ഇടാം. അത് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ ആഹാര രീതികൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മളതിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് കൊണ്ടാണ് പലപ്പോഴും നമുക്കത് പ്രശ്നങ്ങൾക്ക് കാരണമായി തരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരായി ഇനി നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തിയായ രീതിയിൽ നമ്മുടെ ആഹാരത്തെ ഉപയോഗിക്കാനായിട്ട്, ഓരോ സാധനങ്ങളും ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിലൂടെ നമ്മൾ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുന്നതോടൊപ്പം കുടുംബത്തിൻ്റെ ആരോഗ്യം സൂക്ഷിക്കുന്നതോടൊപ്പം ഏറ്റവും വലിയ കാര്യം നമ്മൾ സമൂഹത്തിൻ്റെയും ആരോഗ്യം സൂക്ഷിക്കുക. അതിലൂടെ നമ്മൾ ദേശത്തിന് നന്മ വരുത്തുക. കാരണം എന്താണ്, നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ സന്തോഷമുണ്ടാകും, കുടുംബത്തിൽ സമാധാനമുണ്ടാകും, സ്നേഹമുണ്ടാകും. ആരോഗ്യം പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോയി. അപ്പം നമ്മുടെ ആരോഗ്യം ആരംഭിക്കുന്നത് അടുക്കളയിലാണ്. അപ്പം ഈ കൊച്ചു കൊച്ചു അറിവുകൾ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്, അതിലൂടെ ആരോഗ്യത്തിലേക്ക് വളർന്നു വരുവാൻ, സന്തോഷമുള്ള സമൂഹമായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.